നമസ്കാരം. ജംബോ പ്ലംബിംഗ് ആൻഡ് വയറിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മുമ്പ് ഒരു ഇൻസുലേഷൻ ടെസ്റ്റർ പരിചയപ്പെടുത്തിയിരുന്നു മെക്കോൻ്റെ. അപ്പോൾ അതിനെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പരിചയപ്പെടുത്തണമെങ്കിൽ നമുക്കൊരു ഇലക്ട്രിക്കലി നമുക്കൊരു വീട് വയറിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ IR വാല്യൂ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് അതിനെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. പക്ഷേ ബേസിക്കായിട്ട് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ മുമ്പ് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിതിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ AA-ൻ്റെ 6 ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ ആറ് ബാറ്ററി വരുമ്പോൾ ഏകദേശം 1.5 എന്ന് പറയുമ്പോൾ 9 വോൾട്ടായി. അപ്പോൾ ഈ 9 വോൾട്ട് DC ആണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത്. പക്ഷേ ഈ 9 വോൾട്ട് DCനെ ഇത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് 500 വോൾട്ട് DC ആണ് ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ കപ്പാസിറ്ററും കമ്പൗണ്ട്സും എല്ലാം കൂടി ഇതിൽ PCBയിൽ വരുമ്പോൾ ഹൈ വോൾട്ട്, അതായത് ഒരു ബൂസ്റ്റിംഗ് വോൾട്ടാണ് ഇതിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് കിട്ടുന്നത്. 500 വോൾട്ട് DC ഇതിന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. 9 വോൾട്ട് ആണെങ്കിലും കൂടിയിട്ട് 500 വോൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ 500 വോൾട്ട് കിട്ടുന്നതിൻ്റെ ഒരു പവർ നമുക്ക് ഒരു കപ്പാസിറ്റർ ഉണ്ട് ഇവിടെ. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ വോൾട്ടിൻ്റെ പവർ എന്താണെന്നുള്ളത് നമുക്ക് ഇതിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കിതിലേക്കൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് നോക്കാം. അതൊരു 50 MFTൻ്റെ കപ്പാസിറ്ററാണ്. അപ്പോൾ നമുക്കിതിൻ്റെ വാല്യൂ ഒന്ന് നോക്കാം. അതിന് നമ്മൾ ടോട്ടൽ മൾട്ടിമീറ്ററാണ് എടുത്തിട്ടുള്ളത്. ഓൾറെഡി കപ്പാസിറ്റൻസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വാല്യൂ ഒന്ന് നോക്കാം. ഇതിൽ കറക്റ്റ് ഈ പ്രോബിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഡിസ്പ്ലേ ഒന്ന് ബ്ലാങ്ക് ആവും. അപ്പോൾ അതിൽ കറക്റ്റ് വാല്യൂ കാണിക്കും. 51 MFT ആണ് അതിൽ കാണിക്കുന്നത്, 51.2. അപ്പോൾ ഇത് ഓക്കെയാണ് നമ്മളെ കപ്പാസിറ്റർ. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിലേക്കൊരു വോൾട്ട് കയറ്റുക എന്നുള്ളതാണ്. DC വോൾട്ടാണെന്ന് നമ്മൾ പറഞ്ഞ്. അപ്പോൾ 500 വോൾട്ട് DCനെ നമ്മളിതിലേക്ക് ഒരു കുറഞ്ഞ സമയം, ഒരു നിശ്ചിത സമയം നമ്മളെ ഈ ടെസ്റ്റ് ബട്ടൺ ഒന്ന് പുഷ് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് അപ്ലൈ ചെയ്യുകയാണ്. ഏകദേശം കുറഞ്ഞ ടൈം. നമ്മൾ ഇതിലേക്ക് വോൾട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യം ഒരു ടെസ്റ്റ് ലാമ്പ് വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. ഇത് ഒന്ന് ഡിസ്ചാർജ് ചെയ്ത് നോക്കാം. ഇത് LED ആയതുകൊണ്ട് ഫുള്ളി ഡിസ്ചാർജ് ആവുമെന്ന് സംശയമാണ്. എന്നാലും ഒന്ന് ഡിസ്ചാർജ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ചെറിയൊരു മിന്നലെങ്കിലും ഉണ്ടാവും. ഒന്നുകൂടിയാണെങ്കിൽ അപ്പോൾ നമ്മളെ LED ഇപ്പോൾ ഒന്ന് ബ്ലിങ്കായിട്ട് ഇത് തീർന്നിട്ടുണ്ട്. എന്നാലും നമുക്കിതിൽ വോൾട്ട് ഉണ്ടോ ഇല്ലേ എന്ന് നോക്കണമെങ്കിൽ ഇത് ഒന്ന് ഷോർട്ട് ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോൾ നമ്മളിത് ഒന്ന് ഒഴിവാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഷോർട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും വോൾട്ട് ഇതിൽ ബാക്കി നിൽക്കുകയായിരുന്നു. ഏകദേശം ഇതൊരു 9 വാട്ട്സ് ബൾബാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഇതിൻ്റെ DC വോൾട്ട് ആണെങ്കിലും കൂടിയിട്ട് അത്യാവശ്യം നല്ല ഒരു ചെറുതായിട്ട് നമ്മളൊരു സെൻസിറ്റീവായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ നല്ലൊരു അടി കിട്ടുന്ന രീതിയിലുള്ളൊരു കറണ്ട് ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വയറൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ, അതായത് നമ്മളിപ്പോൾ കേബിളൊക്കെ UG കേബിൾ അതുമാതിരിയുള്ള കേബിൾസൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഏകദേശം ഒരു കുറഞ്ഞ ലെങ്ത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. കൂടിയ ലെങ്ത്തിലാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഒരു 100 മീറ്റർ 150 മീറ്റർ ഒക്കെ ആണെങ്കിൽ. അതല്ല നമ്മൾ കുറഞ്ഞ ലെങ്ത്തിലാണെങ്കിൽ ഈ നമ്മൾ കൊടുക്കുന്ന അപ്ലൈ ചെയ്യുന്ന വോൾട്ട് ഇതിൽ ഒരു ഇൻഡക്ഷനായിട്ട് നിൽക്കും. അപ്പോൾ ഇൻഡക്ഷനായിട്ട് നിൽക്കുമ്പോൾ എന്തായാലും നമ്മളത് ഇതുപോലെ എന്തെങ്കിലും ബൾബോ ടെസ്റ്റ് ലാമ്പ് വെച്ചിട്ട് UG ആയാലും നമ്മളെ സാധാ കേബിൾ ആയാലും ഒരു 10 മീറ്റർ 15 മീറ്റർ ഡിഫറൻസിലൊക്കെ വരുന്നത് നമ്മളിങ്ങനെ വെച്ച് ഡിസ്ചാർജ് ചെയ്ത് ന്യൂട്രലും ഫേസും ഇങ്ങനെ അല്ലെ എർത്തും ഫേസൊക്കെ വെച്ചിട്ട് ഡിസ്ചാർജ് ചെയ്ത് കളയണം. അതായത് ഇതിൽ ആ വോൾട്ട് എന്തായാലും നമ്മളെ കേബിളിൽ അപ്ലൈ ആയിട്ട് ഒരു ഇൻഡക്ഷനായിട്ട് കറക്റ്റ് അതിൻ്റെ മുകളിൽ ഉണ്ടാവും. നമ്മളെ
യു ജിയിലായാലും അതല്ലാതെ നമ്മളെ അലുമിനി കേബിള് സർവീസ് കേബിൾ ആയാലും അതേമാതിരി നമ്മളെ കോപ്പർ കേബിൾ ആയാലും ഒക്കെ അതിൽ ഒരു ഇൻഡക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇതേമാതിരി നമ്മൾ ഡിസ്ചാർജ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പവർ അത് നമ്മൾ മുമ്പ് പരിചയപ്പെടുത്താൻ മറന്നുകൊണ്ടാണ് ഇപ്പോൾ രണ്ടാമത് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ 9 വോൾട്ടാണ്, പക്ഷേ ഇത് നമ്മുടെ ഔട്ട്പുട്ട് കിട്ടുന്നത് 500 വോൾട്ട് DC ആണ്. അതായത് ഇത് DC ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു കറണ്ടാണ്, അതായത് ഡയറക്റ്റ് കറണ്ടാണ്. നമ്മളെ AC എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റീവാണ്. അപ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെ വേരിയേഷനിൽ വ്യത്യാസം ഉണ്ടാവും, ഫ്രീക്വൻസിയിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു വാല്യൂ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇത് DCയിലായതുകൊണ്ട് ഡയറക്റ്റ് കറണ്ടാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അടുത്ത് നമ്മൾ ഒരു ഹൗസ് വയറിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് IR വാല്യൂ ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഒരു പുതിയതായിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.